ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഗുരുതര കണ്ടെത്തലുകളുമായി SIT. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള സംഘം ശബരിമലയിൽ വൻതോതിലുള്ള സ്വർണ്ണക്കൊള്ളയ്ക്ക് പദ്ധതിയിട്ടുവെന്നും വിശാല ഗൂഢാലോചന നടത്തിയെന്നും SIT ഹൈക്കോടതിയെ അറിയിച്ചു. കേസ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ തന്നെ പ്രതികൾ ബംഗളൂരുവിൽ കൂടിക്കാഴ്ച നടത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. നാഗ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഗുരുതര കണ്ടെത്തലുകൾ. ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, 9-ാം പ്രതി പങ്കജ് ഭണ്ഡാരി, 10-ാം പ്രതി ഗോവർദ്ധൻ എന്നിവർ ബംഗളൂരുവിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തി. സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരാതിരിക്കാനും തെളിവുകൾ നശിപ്പിക്കാനുമായിരുന്നു കൂടിക്കാഴ്ചയെന്നും SIT ആരോപിക്കുന്നു. ദ്വാരപാലിക ശില്പപാളികൾക്കൊപ്പം മറ്റു സ്വർണ്ണപ്പാളികളിലെ സ്വർണവും തട്ടിയെടുക്കാൻ പ്രതികൾ വലിയ പദ്ധതികൾ തയ്യാറാക്കി. സംഘടിതമായ കുറ്റകൃത്യമാണ് പ്രതികൾ നടത്തിയതെന്നും SIT ആരോപിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മതിയായ രേഖകൾ നൽകാത്തതും മഹസറിൽ ചെമ്പ് എന്ന് എഴുതിയതും ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചകളുടെ പരമ്പര തന്നെയുണ്ടായി. ക്ഷേത്രത്തിന് സംഭാവന നൽകിയെന്നത് സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുള്ള കാരണമോ കുറ്റകൃത്യത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഉപാധിയോ അല്ലെന്നും SIT ഹൈക്കോടതിയെ അറിയിച്ചു. 474 ഗ്രാം സ്വർണം ഗോവർദ്ധൻ വാങ്ങിയത് ശബരിമല ക്ഷേത്രത്തിന്റെ സ്വത്താണ് എന്നറിഞ്ഞു തന്നെയാണെന്നും SIT പറയുന്നു. ജാമ്യാപേക്ഷ ഹൈക്കോടതി മറ്റന്നാൾ പരിഗണിക്കും. മീഡിയ 1 കൊച്ചി.